മക്കൾസ് വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ JK. മക്കളെ, എത്ര പെട്ടെന്നല്ലേ ഏപ്രിൽ മാസം തീർന്ന്. ഇനി ഇതാ മെയ് മാസം കൂടി കഴിഞ്ഞ് അടുത്തൊരു മഴയോട് കൂടി നമ്മൾ സ്കൂളും തുറക്കും അല്ലേ. അങ്ങനെയെങ്കിൽ സ്കൂൾ തുറന്നതിന് ശേഷം അവിടെ ചെന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാണോ? അങ്ങനെ ആവരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് 8 ചാപ്റ്ററുകൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഓണപരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല, ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഓണപരീക്ഷ തുടങ്ങും. ആ ഓണപരീക്ഷയ്ക്ക് നമുക്ക് ആദ്യത്തെ ഒരു 3 ചാപ്റ്റർ, അതായത് ഒരു 2.5 ചാപ്റ്റർ നമുക്ക് പരീക്ഷയ്ക്ക് വരും. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ആദ്യത്തെ ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ ചാപ്റ്റർ എന്ത് ചെയ്യുക, നമുക്ക് കുറേശ്ശെ പഠിച്ചു തുടങ്ങാം. അപ്പൊ എല്ലാവരും മാക്സിമം ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഇപ്പൊ ഫുള്ള് കളിച്ച് നടക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇടയിൽ കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ക്ലാസ് കൂടി അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് കൂടി പഠിച്ചു വെക്കുക. ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് ചെറിയ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാപ്റ്റർ തന്നെ സെറ്റ് ആവും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാം, ഒരു ടോർച്ച് എടുത്ത് ഇങ്ങനെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നേർരേഖയിലാണ് ലൈറ്റ് എപ്പോഴും സഞ്ചരിക്കുക അല്ലേ. അത് എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം എന്നൊക്കെ പറയാം. ഇതാ കണ്ടില്ല, ലൈറ്റ് ഇങ്ങനെ ഒരു കണ്ണാടിയിൽ തട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതേപോലെ തന്നെ അത് റിഫ്ലക്ട് ചെയ്യുന്നു അല്ലെ. അങ്ങനെയെങ്കിൽ വന്നു പതിക്കുന്ന രശ്മി നമ്മൾ പതന രശ്മി, ഇൻസിഡന്റ് റേ എന്ന് പറയുന്നു. പ്രതിഫലിക്കുന്ന രശ്മി നമ്മൾ പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നു. ഇവിടെ ഞാനൊരു ഡോട്ട് എടുത്ത് നോർമൽ ആണ്. ഇവിടെയുള്ള കോണിനെ നമ്മൾ പതനക്കോൺ എന്ന് പറയുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെയുള്ള കോണ് നമ്മളെ പ്രതിഫലന കോൺ അല്ലെങ്കിൽ പ്രതിപതന കോൺ എന്ന് പറയുന്നു, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച. ഇനി ഞാൻ അതൊന്നും പഠിപ്പിക്കാൻ നിൽക്കണില്ല. പകരം നമ്മളെ ചാപ്റ്ററിന്റെ പേര് ഞാൻ പറഞ്ഞെന്തായിരുന്നു, പ്രകാശത്തിന്റെ അപവർത്തനം. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യമാണ് പഠിക്കുന്നത്. ഈ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കുക എല്ലാവരും. ഇതാ നോക്കിക്കോളൂ, എന്താണ് ഒരു ബീക്കർ പോലെ അല്ലെ, ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു അക്വേറിയം പോലെ ഒരു പാത്രം എടുത്ത് അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം നിറച്ച് വെച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഒരു ലേസർ ടോർച്ചിന്റെ പ്രത്യേകത എന്താണ്, അതിന് പച്ച കളറാണെങ്കിൽ ഗ്രീൻ ലൈറ്റ് മാത്രമേ പുറത്തുവരുള്ളൂ, റെഡ് ആണെങ്കിൽ ചുവപ്പ് മാത്രമേ പുറത്തുവരൂ. അതാണ് നമ്മളെ ഈ ഒരു ലേസർ ടോർച്ചിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്നു, അത് എയറിലൂടെ വായുവിലൂടെ സഞ്ചരിച്ച് വെള്ളത്തിലേക്ക് എത്തിയപ്പോൾ ആ ലൈറ്റിന് എന്താ സംഭവിച്ചു ഒന്ന് പറഞ്ഞേ. എനിക്കറിയില്ലാടോ, ഒന്ന് പറഞ്ഞു തരൂ. ലൈറ്റ് ഇങ്ങനെ നേരെ പോകുന്നതിന് പകരം വെള്ളത്തിലേക്ക് എത്തിയപ്പോ ഒരു ഒടിവട് സംഭവിച്ചല്ലേ, ഒരു ബെൻഡിങ് സംഭവിച്ചു. അപ്പൊ ഇതാണ്ടല്ലേ, പ്രകാശം എപ്പോഴും സ്ട്രെയിറ്റ് ലൈനായിട്ടേ പോവുള്ളൂ. പക്ഷെ മറ്റൊരു മീഡിയത്തിലേക്ക് കിടന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, ഒരു ചെറിയൊരു ബെൻഡിങ് സംഭവിച്ചു. അപ്പൊ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു ബേസ് മനസ്സിലായ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്റർ പുഷ്പം പോലെ സിമ്പിൾ ആയിട്ട് കിട്ടുവായിട്ട് പൊളിയായിട്ട് സെറ്റ് ആക്കി പഠിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഞാൻ ആ ഒരു ചിത്രത്തിൽ വരെ ഞാനൊരു പാത്രം എടുത്തു. ആ പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വായു ഇങ്ങനെ വരുന്നത് എവിടെ നിന്നാണ്, എയർ, വായുവിലൂടെയാണ് വരുന്നത്. എങ്ങോട്ട് പ്രവേശിക്കുന്നു, വെള്ളത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ലൈറ്റ് നേരെ പോകുന്നതിന് പകരം ഇവിടെ താണ്ടല്ലേ ചെരിഞ്ഞു പോയത് കണ്ടോ. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയാ, ഇതിനെ നമ്മൾ അപവർത്തനം എന്ന് പറയാം. അപ്പൊ ഈ ഒരു ബേസിക് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നോക്കിക്കോളും, പ്രകാശം സഞ്ചരിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ഏതൊക്കെയെന്ന് ചോദിച്ചു ഇങ്ങനെ ചിത്രം എന്നിട്ട് അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ചോദ്യം വന്നാല്, ഇവിടെ ലൈറ്റ് പാസ് ചെയ്യുന്ന ഏതൊക്കെ മീഡിയത്തിലൂടെ വെച്ച് നമുക്ക് കണ്ണു ചുപ്പി പറയാൻ പറ്റും. നിങ്ങൾക്കും പറയാൻ പറ്റും, മിക്കും പറയാൻ പറ്റും, നിങ്ങളെ നാട്ടുകാർക്കൊക്കെ പറയാൻ പറ്റും, എല്ലാവർക്കും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ പറയാൻ പറ്റും. എന്താണ്, ഇതാ ഇവിടെ ലൈറ്റ് പാസ് ചെയ്യുന്ന എയറിലൂടെയാണ്. ഈ പിന്നീട് എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത്, വാട്ടറിലൂടെ. അപ്പൊ പ്രകാശം ഏതൊക്കെ മീഡിയങ്ങളിലൂടെ പാസ് ചെയ്യുന്ന വെച്ചാൽ എയറും വാട്ടറും നമുക്ക് പറയാം. ഇനി അതോടൊപ്പം തന്നെ ഒരു മാധ്യമത്തിലൂടെ മാത്രം കടന്നു പോകുമ്പോൾ പ്രകാശത്തിന്റെ പാത എങ്ങനെയായിരിക്കും, ദാ എയറിലൂടെ മാത്രമാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനാണ്, ഞാൻ ആദ്യം പറഞ്ഞു. ഇനി വെള്ളത്തിലൂടെ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഏതൊരു മീഡിയത്തിലൂടെ ആണെങ്കിൽ ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടേ പാസ് ചെയ്യുള്ളൂ, ഒരു മീഡിയത്തിലൂടെ ആണെങ്കിൽ. പക്ഷെ ഇവിടെ എയറിൽ നിന്ന് വെള്ളത്തിലേക്കാണ്, അപ്പോൾ വ്യത്യാസം വരും. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി അടുത്ത, പ്രകാശകിരണം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അല്ലേ, ഇൻക്ലൈൻ ഒബ്ലിക്കലി ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം അല്ലേ, അതിന്റെ ദിശയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ. ഇതാ ഇവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞു വരുന്നു. ഇത് ഇങ്ങനെയല്ലേ പോകേണ്ട സുഹൃത്തുക്കളെ. പക്ഷെ വെള്ളത്തിലേക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്തു, ചെരിഞ്ഞു പോയി. അപ്പോൾ പ്രകാശത്തിന്റെ പാതയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, മാറ്റം വരുന്നുണ്ട്. ഈ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇനി അടുത്ത, പ്രകാശകിരണത്തിന് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ദിശയിൽ മാറ്റം വരുന്നത് എവിടെ വെച്ചാണ്, എവിടുന്നാണ് ഈ ലൈറ്റിന് അല്ലെങ്കിൽ ഈ ലൈറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്, ദാ ഇതിന്റെ ഏറ്റവും സർഫസിലാണ്, ഏറ്റവും ഉപരിതലത്തിലാണ്.
എടാ അങ്ങനെ തന്നെ അല്ലേ? ഞാനിപ്പോൾ കുറേ ചോദ്യങ്ങളൊക്കെ കണ്ട് ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്ക് പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതൊരു പേടി, പടച്ചോന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വായുവിലൂടെ ഒരു ലൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞ് വന്നു, ഒബ്ലിക്കലി ഇൻസിഡൻറ്റ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, ഒരു മീഡിയത്തിൽ നിന്നും അടുത്ത മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ ഈ സർഫസ് ഓഫ് സെപ്പറേഷൻ എയറും വാട്ടറിൻ്റെയും ഏറ്റവും മുകൾ ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് ബെൻഡ് ചെയ്ത് പോകുന്നത്, ചെരിഞ്ഞു പോകുന്നത്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിൽ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ലംബമായിട്ട് നോർമലായിട്ടൊരു ലൈറ്റ് വന്നാൽ അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. ചെരിഞ്ഞു വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, ഡീവിയേഷൻ, വ്യതിയാനം, ബെൻഡിങ്, ഒടിഞ്ഞൊക്കെ പോകുന്നുള്ളൂ. അതാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത്. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേര്. ഈ ചാപ്റ്ററിന്റെ പേര് വെച്ചിട്ടുള്ള ഈ ഒരു ഡെഫിനേഷൻ, ഈ ഒരു ഡയലോഗ് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചോ, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾക്ക് സെറ്റ് ആവും. അതുകൊണ്ടാണ് ഏറ്റവും ബേസോട് കൂടി പഠിക്കണം ഞാൻ പറഞ്ഞത്. അപ്പൊ നോക്കിക്കോളൂ, എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറഞ്ഞാൽ ദ ഡീവിയേഷൻ പാത്ത് ഓഫ് ലൈറ്റ് എന്താണ്, വെൻ ഇറ്റ് ഫാൾ ഒബ്ലിക്കലി ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം ഈസ് കാൾഡ് റിഫ്രാക്ഷൻ. കണ്ടില്ല, എന്താണ് ലൈറ്റ് എന്ത് ചെയ്യുന്നു, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ, അല്ലെ, ചെരിഞ്ഞിങ്ങനെ ലാലേട്ടനെ പോലെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും, ചെരിഞ്ഞ് പതിക്കുമ്പോൾ അതിന്റെ പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെ നമ്മൾ റിഫ്രാക്ഷൻ, അപവർത്തനം എന്ന് പറയാം. അപ്പൊ ഈ ഒരു കുഞ്ഞു പോയിന്റ് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ, ഇതിനാരും വെയിറ്റ് ചെയ്യേണ്ട, ഈ കുഞ്ഞു പോയിന്റ് ഇപ്പൊ പഠിച്ചോ, ഈ ചാപ്റ്റർ സെറ്റായി. അതുകൊണ്ടാണ് ഞാൻ ബേസിക് ആയിട്ട് ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടെ ഓർത്തേക്ക്, എന്താണ് ദ ഡീവിയേഷൻ പാത്ത് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ഫാൾസ് ഒബ്ലിക്കലി ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, അല്ലേ, ഈസ് കാൾഡ് എന്താണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം. ഒന്നുമില്ല, സിമ്പിളായി പറഞ്ഞാൽ വായുവിൽ നിന്ന് വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്കോ മറ്റേതെങ്കിലും മീഡിയത്തിലേക്കോ, അപ്പൊ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞ് തന്നെ വരണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഇവിടെ വ്യത്യാസമുണ്ട്. കാരണം എന്താ, ചെരിഞ്ഞാണ് വരുന്നത്. ഇവിടെ വ്യത്യാസമല്ല, ചെരിഞ്ഞല്ല. അപ്പോ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ അതിന്റെ സഞ്ചാരപാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനം, അതിനെയാണ് നമ്മൾ അപവർത്തനം. പ്രകാശം എപ്പോഴും നേർരേഖയിലാണ് പോകേണ്ടത്, പക്ഷെ ആ പ്രകാശത്തിന് വ്യതിയാനം സംഭവിക്കുന്നു, ഒരു ഒടിവ് സംഭവിക്കുന്നു, അതിനെ നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട അടുത്തൊരു പോയിന്റ്, കണ്ടീഷൻ ഫോർ റിഫ്രാക്ഷൻ. ചില കുട്ടികളെ വിചാരിക്കും, സാറ് എന്തിനാ അതൊക്കെ ഇപ്പൊ തന്നെ പഠിക്കണം, സ്കൂൾ തുറന്നിട്ടില്ല, ഇനി ഒരു മാസമല്ലേ? അതൊന്നും വിചാരിക്കേണ്ട, ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കാണാപ്പാടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ കണ്ടീഷൻ ഫോർ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലൈറ്റ് റേ ഷുഡ് ഫാൾ ഒബ്ലിക്കലി. കണ്ടില്ലേ, പ്രകാശരശ്മി എപ്പോഴും എങ്ങനെ പതിക്കണം, ചെരിഞ്ഞെന്നെ പതിക്കണം. എന്താ കണ്ടില്ലേ, ഇങ്ങനെ വരാൻ പാടുണ്ടോ? ഇല്ല, ചെരിഞ്ഞെന്നെ പതിക്കണം. അപ്പൊ എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ, എന്താണ്, ലൈറ്റ് റേ ഷുഡ് ഫാൾ ഒബ്ലിക്കലി. ദ ടു മീഡിയം മസ്റ്റ് ഹാവ് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇവിടെ എപ്പോഴും രണ്ട് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള രണ്ട് ഭാഗങ്ങൾ നമുക്ക് വരണം. ഫോർ എക്സാമ്പിൾ, വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക്, കണ്ടോ, വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, കണ്ടോ, വായുവിൽ നിന്ന് ഡയമണ്ടിലേക്ക്, കണ്ടോ, അല്ലെങ്കിൽ വായുവിൽ നിന്ന് കെറോസിൻ, മണ്ണെണ്ണയിലേക്ക്. അങ്ങനെ രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങൾ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഏറ്റവും ആദ്യം പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ചാപ്റ്ററിന്റെ പേര് പഠിച്ചു, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് പഠിച്ചു, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചു. ഇതൊക്കെ നമുക്കൊരു രസകരമായിട്ട് ഇങ്ങനെ സാവധാനം കുറേശ്ശെ അതിനകത്തുള്ള പ്രോബ്ലങ്ങളൊക്കെ പഠിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മളെ നിഞ്ച ബാച്ച് ഇപ്പോൾ ഓണായി കിടക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോഴേക്കും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ജോയിൻ ചെയ്ത ഈ ചാപ്റ്ററുകളൊക്കെ നമുക്ക് രസകരമായിട്ട്, സിമ്പിളായിട്ട്, ഹമ്പിളായിട്ട്, അടിപൊളിയായിട്ട്, കിട്ടുവായിട്ട്, പൊളിയായിട്ട്, സെറ്റായിട്ട് പഠിക്കാം. സ്കൂൾ തുറന്ന് ഓണപ്പരീക്ഷ ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നു, സുഖമായിട്ട് പരീക്ഷ എഴുതും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ഗ്ലാസ് എടുത്ത് അതിനകത്ത് വെച്ച് വെള്ളം എടുത്ത് ഒരു പെൻസിലോ സ്പൂണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒടിഞ്ഞതുപോലെയൊക്കെ തോന്നിയിട്ടില്ല? നിങ്ങൾ എപ്പോഴേലൊക്കെ ഇങ്ങനെ അവിൽ മിൽക്കൊക്കെ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ സ്ട്രോക്ക് വെക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കാം. അല്ലെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ക്ലാസ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തൊരു പെൻസിലോ അല്ലെങ്കിൽ സ്കെയിലൊക്കെ വെച്ച് നോക്കുക, ഒടിഞ്ഞ പോലെ ഇങ്ങനെ തോന്നും. അതൊക്കെ കാരണം റിഫ്രാക്ഷൻ ആണെന്ന് ഓർത്തേക്ക്. ഇതിനൊക്കെ കാരണം എന്താണ്, റിഫ്രാക്ഷൻ ആണെന്ന് ഓർത്തേക്ക്. ഇതിനൊക്കെ കാരണം ഏതാണ്, റിഫ്രാക്ഷൻ. അപ്പം ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നിഞ്ച ബാച്ചിൽ ഈ ചാപ്റ്റർ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്തോളൂ. നമുക്ക് എന്ത് ചെയ്യാം, സൈലം ഫാമിലിയിൽ കട്ടയ്ക്ക് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് പഠിച്ചല്ലോ, അപ്പോൾ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ബുദ്ധിമുട്ടുള്ള പോയിന്റുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഞാനതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആണ്.